നമ്മൾ വന്നേക്കുന്നത് എന്താ പറയുമ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മളൊരു സെഡ്വേ കാര്യങ്ങൾ ചെയ്ത കാര്യം. അപ്പോൾ ഇതാണ് വണ്ടി. ഇതിൻ്റെ പേരെന്ന് പറയുമ്പോൾ നമ്മൾ ഇട്ടേക്കുന്നത് കങ്കുവ എന്നാണ്. ഇതിൻ്റെ എഡിഷൻ നെയിം ബ്യാക്കി എന്നാണ് ഇട്ടേക്കുന്നത്. ചെറുതായിട്ടൊന്നും കാണാനില്ലല്ലേ, ഇത്തിരി ട്രാൻസ്പെറൻ്റ്. അപ്പോൾ ഇതിനെ നമ്മൾ മെയിൻ കാര്യത്തിൽ പോകുകയാണെങ്കിൽ ഇതൊരു BMR വേഗയുടെ ആ ഒരു ഇതിലാണ് വന്നേക്കുന്നത്. ഇതിന് പിന്നെ സ്റ്റിക്കറാണ് ഈ അടിച്ചേക്കുന്നത്, മൊത്തം സ്റ്റിക്കറാണ്. ഈ കെയും ഈ യുവും ഞാൻ സെപ്പറേറ്റ് എടുത്തതാണ്. പിന്നെ ഇത് ബ്ലാക്ക് കളറ് അടിച്ച് വെച്ചേക്കുന്നത്. ഈ സാധനം ഒട്ടിച്ചിട്ട് ബ്ലാക്ക് കളർ അതിൻ്റെ പുറത്ത് പിക്സൽ വർക്ക് ആകാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്രണ്ടിലത്തേക്ക് ആക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു സാധനം വെച്ചിരിക്കുന്നത് OHP ഷീറ്റ് എന്ന് പറഞ്ഞൊരു ഷീറ്റിലാണ് നമ്മളിത് പണിഞ്ഞേക്കുന്നത്. ഈ ഒരു വണ്ടിയൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. കാരണം ഇത് മൊത്തത്തിൽ നമ്മൾ പണിഞ്ഞേക്കുന്നത് നമ്മുടെ 2mm ഹോം ഷീറ്റ് 2mm 3mm മാത്രം ഉപയോഗിച്ചിട്ട് പണിഞ്ഞ ഒരു വണ്ടിയാണിത്. അപ്പം ഇതൊക്കെ 3mm വെച്ച് പണിഞ്ഞ ഷീറ്റാണ്. ഇതെന്ന് പറയുമ്പോൾ KL 26E6633 ഒരു ചുമ്മാ ഒരു ഫാൻസി നമ്പർ പോലത്തെ കൊടുത്താണ്. 26 രജിസ്ട്രേഷൻ നമ്മുടെ ഒറിജിനലാണ് കേട്ടോ, നമ്മൾ അടൂരാണ്, കറക്റ്റാണ്. അപ്പം ഇത് ലിപ്പാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഇങ്ങനൊരു ലിപ്പാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ചുമ്മാ ഒരു സെറ്റപ്പ് അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ബാലൻസ് ഇട്ട സ്റ്റിക്കർ ഒട്ടിച്ചാണ്. പിന്നെ ഇവിടെ കറുത്ത പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ലൈറ്റ് ഉണ്ട്. അത്രയുള്ള ഫ്രണ്ടിലോട്ട് വരുമ്പോൾ പിന്നെ മിററും ഞാൻ ചെയ്തേക്കുന്നത് ഏകദേശം 3mm ഹോം ഷീറ്റ് വെച്ചിട്ടുണ്ട്. ഈ ഒരു 2 സൈഡിലും മിററും ചെയ്തേക്കുന്നത്. പിന്നെ പിന്നെ അതിൻ്റെ ഫ്രണ്ടിലത്തെ ഇത് ലൈറ്റാണ്, ഏഞ്ചലസ് ടോപ്പ് ലൈറ്റാണ് ഈ വെച്ചിരിക്കുന്നത്. ഏഞ്ചലസ് ആയിട്ട് കത്തിക്കും. പിന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് സൈഡിലേക്ക് പോകാം. ഇതാണ് ഇതിൻ്റെ സൈഡ്. അപ്പം ഈ സൈഡിൽ ഞാനത് പ്രത്യേകമായിട്ട് കൊടുത്തേക്കുന്നത് ഇവിടെ ഒരു വേനത്തിൻ്റെ ഒരു ഗ്രാഫിക് വരച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു KU എന്ന് പറഞ്ഞൊരു കൊടുത്തിട്ടുണ്ട്. കാരണം ഫ്രണ്ടിലത്തെ നെയിമിൽ യുവും കെയും റെഡാണ്, അതുകൊണ്ടൊരു ചുമ്മാ ഒരു ഇത് കൊടുത്തതാണ്. പിന്നെ ഇവിടെ ഇവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അത് ആ സെയിം തന്നെ അപ്പുറത്ത് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മ്യൂസിക് ഈസ് മൈ പാഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഡിക്കിയാണ്. ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് കൊടുത്തേക്കുന്നത് ബാറ്ററി കാര്യങ്ങളാണ്. ബാറ്ററിയാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് ബാറ്ററിയാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് ബാറ്ററിയാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. പിന്നെ ബാക്ക് ടയർ ഉണ്ട്. ഫ്രണ്ട് ടയർ ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. ഇവിടെ നിന്ന് പൊട്ടിപ്പോയി. അത് ഇന്നലെ ഇത് പൊട്ടിപ്പോയതാണ്. അത് വെക്കണം. ബെയറിങ് വെച്ചിട്ടാണ് നമ്മളിത് പണിഞ്ഞേക്കുന്നത്. ബെയറിങ് ചെറുതായിട്ടൊക്കെ ഫ്രാക്ചർ ആയിരുന്നു. പിന്നെ അകത്ത് സീറ്റുണ്ട്. മഞ്ഞ കളറാണ് സീറ്റിനെല്ലാം കൊടുത്തേക്കുന്നത്. പിന്നെ ബ്ലാക്ക് സ്കോഡ് എന്ന് പറഞ്ഞാൽ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോറിൻ്റെ സ്പെഷ്യാലിറ്റി ഈ സ്ലൈഡിങ് ഡോർ അല്ല, നമ്മളിത് ഇൻഡോർ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അകത്തോട്ട് തള്ളുന്ന രീതിയിലുള്ളതാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ തള്ളിയിട്ട് അകത്തോട്ട് തള്ളുന്ന രീതിയിലുള്ളതാണ് കൊടുത്തേക്കുന്നത്. അതിനുള്ള ഈ ഒരു സൈഡിലത്തെ കാര്യങ്ങൾ. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകാം. അപ്പുറത്തെ സൈഡ് പോകുമ്പോഴത്തേക്ക് ഇവിടെ സ്വിച്ച് ഉണ്ട്. ഇതിൻ്റെ ഡിക്കി വെക്കുകയാണ്. ഡിക്കി ഇപ്പോൾ നമ്മൾ ഊരി മാറ്റിയേക്കാണ് തൽക്കാലത്തേക്ക്. കാരണം അതൊരു സൈഡായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഡീസലിൻ്റെ ഒരു ചെറിയൊരു കട്ട് കാര്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരെണ്ണം BS4 ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിനകത്ത് വരുന്നത് നമുക്കിവിടെ അകത്ത് കാണാൻ പറ്റും. ഇൻറ്റീരിയർ വ്യൂ എല്ലാം കാണാൻ പറ്റും. ഇത് കണ്ടില്ലേ, അകത്ത് വേറെ ലൈറ്റ് ഉണ്ട്. ആ ഒരു ലൈറ്റാണ് ഞാൻ കാട്ടിത്തരാം. ഇത് കണ്ടില്ലേ, ആ ഒരു സ്ഥലം ലൈറ്റാണ്. പിന്നെ അകത്ത് ഇൻറ്റീരിയറായിട്ട് പിന്നെ ഒരു ഗിയറുണ്ട്. പിന്നെ 2 ആക്സിലേറ്ററും പിന്നെ സീറ്റ് വരുന്നുണ്ട്. പിന്നെ ക്യാബും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ നമ്മൾ അതുപോലെ തന്നെ KUന്നും കാര്യങ്ങളും ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇത് വരുന്നുണ്ട്, സ്റ്റിക്കർ വരുന്നുണ്ട്. നമ്മൾ ഊരി മാറ്റിയിട്ടാണ്. ഒരു സ്റ്റിക്കറല്ല, ഒരു പെയിൻറ്റ് വെച്ചിട്ട് നമ്മളൊരു സ്റ്റിക്കർ ഇല്ല. ഒരു BS4 എന്ന് പറഞ്ഞത് ചുമ്മാ ഒരു വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ മ്യൂസിക് ഈസ് മൈ പാഷൻ എന്നും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. മ്യൂസിക് ഈസ് മൈ പാഷൻ എന്നും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഇത് നമുക്ക് ബാക്കിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഐസിൻ്റെ ബാക്ക്. ഇപ്പം ബ്ലാക്ക് സ്കോഡ് തന്നെ ഇവിടെ അടിച്ചിട്ടുണ്ട്. പിന്നെ 2 സംഭവം അപ്പോൾ ഇത്രയുള്ള കാര്യം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ലൈറ്റ് വർക്കിലേക്ക് ഇറങ്ങാം. ഇതിൻ്റെ ഫസ്റ്റ് സ്വിച്ച് എന്ന് പറയുമ്പം ടോപ്പ് ലൈറ്റും കാര്യങ്ങളാണ് കത്തുക. ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇതിൻ്റെ ടോപ്പ് ലൈറ്റും കാര്യങ്ങളും കത്തുക. ടോപ്പ് ലൈറ്റാണ്.
കാണിച്ചേക്കാം. സെക്കൻഡ് സ്വിച്ച് എന്ന് പറയുമ്പോൾ അകത്തെ ലൈറ്റാണ്, ഞാൻ പറഞ്ഞിരുന്നത്. അതാണ് ലൈറ്റ്, ഈ ലൈറ്റ് തരാണ്. തേർഡ് സ്വിച്ചിൻ്റെ ബാറ്ററി തൽക്കാലം നമ്മൾ ഊരി വെച്ചേക്കണം കേട്ടോ. നമുക്ക് ഫോർത്തിൽ കിടക്കാം. ഇവിടെ ഒരു RGB കൊടുത്തിട്ടുണ്ട്. പിന്നെ അകത്ത് കാരിയറിലാണ് ഈ ഒരു ലൈറ്റ് മൊത്തം നമ്മൾ കൊടുത്തേക്കുന്നത് കത്തിക്കാനായിട്ട്. ഫ്ലിക്കറിങ് പോലെ കൊടുത്തിട്ടുണ്ട്, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ വന്നിട്ട് ഇത്രയുള്ള കാര്യം നമ്മൾ ഈ ഒരു ബസ്സിൽ ലൈറ്റർക്കായിട്ട് പറഞ്ഞത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ആ ഒരു ഇതിൻ്റെ ബാറ്ററി നമ്മൾ ചെറുതായിട്ടൊന്ന് ലൂസായിട്ട് അയച്ചു വെച്ചേക്കാണ്. അതിന് ചാർജ് കയറുന്നപ്പോൾ ഞാൻ അയച്ചു വെച്ചേക്കാണ്. പിന്നെ അതിനകത്ത് വരുന്നതെന്ന് പറയുമ്പോൾ വോക്കലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഔട്ട് ഓഫ് ബോക്സ് പോലെ നമ്മൾ ഇത് ഈ ഒരു ഭാഗത്തായിട്ട് ഇതിൻ്റെ ഇവിടുത്തെ ആയിട്ടൊരു ചെറിയൊരു ഇത് സ്പീക്കർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിന് ചീസിൻ്റെ അവിടെ ചെറിയൊരു സ്പീക്കറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു നിയോണായിട്ട് ചെറിയൊരു സംഭവങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ബസ്സിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ. ഇത്രയാണ് ഈ ഒരു ഇതിൻ്റെ റിവ്യൂ എന്ന് പറയാനായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ബസ്സിന് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.